ദ വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമ്മൾ ചാപ്റ്റർ നമ്പർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് അല്ലേ? അതുപോലെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡാറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു വർക്ക് എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് നൽകുന്നു അല്ലേ? ഇൻപുട്ട് നൽകുന്നു. എന്താ ഇൻപുട്ട് നൽകുക? ഡാറ്റ ഇൻപുട്ടായിട്ട് നൽകുന്നു. റോ ഡാറ്റ ഇൻപുട്ടായിട്ട് നൽകുന്നു. എന്നിട്ട് കമ്പ്യൂട്ടർ എന്താണ് പ്രൊവൈഡ് ചെയ്യുക? ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്രോസസ്ഡ് ഡാറ്റ ആയിരിക്കും. വി കോൾ ഇറ്റ് ഇൻഫർമേഷൻ അല്ലേ? ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ദിസ് ഇസ് വാട്ട് എ കമ്പ്യൂട്ടർ ഇസ് ഡൂയിങ്. സോ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇങ്ങനെ ഡാറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചില സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്നു അല്ലേ? ചില സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. പിന്നെ സ്റ്റെപ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം അല്ലേ? അതിനെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ആ ഔട്ട്പുട്ട് ആവശ്യമുള്ള ആളുകളിലേക്ക് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനിടയ്ക്ക് കമ്പ്യൂട്ടറിൽ ഈ ഇൻപുട്ട് ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്യുകയും റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള ഒരു സംവിധാനമുണ്ട്. വി കോൾ ഇറ്റ് സ്റ്റോറേജ്. സോ ദീസ് ആർ ദ ഇതൊക്കെയാണെന്ത് കമ്പ്യൂട്ടറിൽ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ. എന്താണ്? ആദ്യം ഡാറ്റ ക്യാപ്ചർ ചെയ്യണം അല്ലേ? അത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം. ഇത്രയാണ് ഈ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതൊക്കെ എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നൗ വി വിൽ ഡിസ്കസ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ ചെയ്യുന്ന ടാസ്കിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ കുറേയധികം ഫങ്ഷൻസ് കമ്പ്യൂട്ടർ ചെയ്യാനുണ്ട് അല്ലേ? ഇൻപുട്ട് ചെയ്യണം അല്ലേ? പ്രോസസ്സ് ചെയ്യണം, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു പിന്നെ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടണം. ആധുനിക കമ്പ്യൂട്ടർ കണ്ടെത്തിയ ആളാണ്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമായ മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമായിട്ടുള്ള ജോൺ വോൺ ന്യൂമാൻ ആണ്. ആരാണ്? ജോൺ വോൺ ന്യൂമാൻ ആണ് പിന്നെ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ജോൺ വോൺ ന്യൂമാൻ. ഈ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഈ ഒരു വ്യക്തിയെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഹി ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. സാധാരണഗതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബബേജ് ആണ്. പക്ഷേ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാറ്റ് ഈസ് ജോൺ വോൺ ന്യൂമാൻ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഇങ്ങനെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാട്ട്സ് എ ഫങ്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ടിനെ അല്ലെങ്കിൽ ഡാറ്റയെ അത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് നൽകുന്നു അല്ലേ? ഔട്ട്പുട്ട് നൽകുന്നു. സോ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ മറ്റ് ചില യൂണിറ്റുകൾ ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡാറ്റ പ്രോസസ്. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ. കമ്പ്യൂട്ടർ ആകെ ചെയ്യുന്ന കാര്യം ഇതാണ്. ഇത് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ചില ഫങ്ഷണൽ യൂണിറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ അതേതൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പ്യൂട്ടറിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇൻപുട്ടായിട്ട് കൊടുക്കും അല്ലേ? കമ്പ്യൂട്ടർ ഇൻപുട്ട് നൽകും. ഇൻപുട്ടായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ഡാറ്റ നൽകും, ഇൻസ്ട്രക്ഷൻസ് നൽകും. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? നമ്മൾ 2 നമ്പർ ഇപ്പോൾ 10ഉം 20ഉം കൊടുക്കണം. അത് ഡാറ്റയാണ്.
ഇൻസ്ട്രക്ഷൻ എന്താ, ഇത് രണ്ടും എന്താണ് ചെയ്യേണ്ടത്, പ്ലസ് ആഡ് ചെയ്യണം. സോ ദാറ്റ്സ് എൻ ഇൻസ്ട്രക്ഷൻ. സോ ഇതാണ് ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 2 നമ്പർ ഏതാണ്, 10ഉം 20ഉം ഡേറ്റ. അത് എന്താണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. സോ ഇതാണ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഈ ഡേറ്റയിലും ഇൻസ്ട്രക്ഷനിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. സോ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും. ഈ ഡേറ്റ ഇൻസ്ട്രക്ഷനും കൊടുക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് വേണം അല്ലേ. പിന്നെ അത് കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ കൊടുക്കണം. സോ ദിസ് ഈസ് ഇതിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് വിളിക്കുന്നത്. ഈ പാർട്ടിനെയാണ് നമ്മൾ മൊത്തമായിട്ട് CPU എന്ന് വിളിക്കുന്നത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോറേജ് യൂണിറ്റ്. ദെൻ ദർ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇത്രയും യൂണിറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്, ദിസ് ഇസ് കമ്പ്യൂട്ടറിന് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, CPU എന്ന് പറയുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ദെൻ ദർ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത്രയും സംഭവങ്ങളാണ് കമ്പ്യൂട്ടറിന് ഉള്ളത്. എന്നോട് പറയാം അല്ലേ. സോ വാട്ട് ആർ ഡിഫറെൻറ്റ് ഫങ്ഷൻ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഇൻപുട്ട് യൂണിറ്റ്, വി ഹാവ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU, ദെൻ വി ഹാവ് ഔട്ട്പുട്ട് സ്റ്റോറേജ് യൂണിറ്റ്, വി ഹാവ് ഔട്ട്പുട്ട് യൂണിറ്റ്. കറക്റ്റ് ആണല്ലോ. സോ ഈ ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വരച്ചെടുക്കുക. സോ ഓക്കെ, ഇതിന് ഓരോന്നിനകത്തും അഡീഷണൽ ആയിട്ട് ചില സംഭവങ്ങളുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോറേജ് ഒക്കെ ഒരേപോലെ കാണിക്കുമെങ്കിലും CPUക്കകത്ത് ഇവിടെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. കണ്ടോ, കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അല്ലേ, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ഒരു ALU ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട് അല്ലേ, ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ എഴുതിക്കോ, ടൈറ്റിൽ ഓഫ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് വൺ, ആദ്യത്തെ യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ്. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് വരച്ചെടുക്കണം കേട്ടോ. ഈ ഡയഗ്രാം കൃത്യമായിട്ട് വരച്ചെടുക്കണം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് കമ്പ്യൂട്ടറിന് ഡേറ്റ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, ഡേറ്റയും ഇൻസ്ട്രക്ഷനും കൊടുക്കുക എന്നുള്ളതാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഡ്യൂട്ടി. എന്തൊക്കെ കൊടുക്കുകയാണ് കമ്പ്യൂട്ടറിന്, ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഇൻസ്ട്രക്ഷൻസ്. എന്ത് ഓപ്പറേഷനാണ്. ഉദാഹരണമായിട്ട് 2 നമ്പർ ആഡ് ചെയ്യാനാണെങ്കിൽ 10ഉം 20ഉം ഡേറ്റയാണ്. ഇൻസ്ട്രക്ഷൻ എന്താണ്, ആഡ് എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് അങ്ങനെ ഡേറ്റയും ഇൻഫർമേഷൻ കൊടുക്കുക. അതാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻപുട്ട് യൂണിറ്റ് ഏതൊക്കെയായിരിക്കാം, സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏതൊക്കെ ഇൻപുട്ട് യൂണിറ്റ് വരിക. കീബോർഡ് ഇൻപുട്ട് യൂണിറ്റാണ് അല്ലേ, കീബോർഡ് അല്ലേ. പിന്നെ മൗസ് നമ്മൾ ക്ലിക്ക് ഡ്രാഗ് ഒക്കെ ചെയ്തിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കും അല്ലേ. ക്ലിക്ക് ചെയ്താൽ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ഓപ്പറേഷൻ ആയിരിക്കും, സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു ഓപ്പറേഷൻ ആയിരിക്കും, റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മറ്റൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പം അതൊക്കെ ഇൻപുട്ട് കൊടുക്കുകയാണ് നമ്മൾ. പിന്നെ ക്യാമറ കണക്ട് ചെയ്തിട്ട് അല്ല, ക്യാമറയിൽ നിന്ന് ഡേറ്റ കൊടുക്കാം, സ്കാൻ ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ കുറേ രീതിയിൽ ഇൻപുട്ട് യൂണിറ്റ് വർക്ക് ചെയ്യും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പറയേണ്ടത്, എന്താ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വി ക്യാൻ സേ the data collected data and instruction for their processing are entered into the computer through input unit. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറയാം. എങ്ങനെ പറയാം, എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇൻപുട്ട് യൂണിറ്റ്സ് are used to provide data and instruction. Provide data and instruction to the computer. ഇങ്ങനെ പറയാം. സോ ഇങ്ങനെ എഴുതിക്കോ. ദിസ് ഇസ് സിമ്പിൾ. Input units are used to provide data and instruction to the computer.
ഉദാഹരണം അത്രയും മതി, അത് നമ്മൾ ഡീറ്റെയിൽസിലേക്ക് അധികം പോകണ്ട. ഓക്കെ. സോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻപുട്ട് യൂണിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പല ടൈപ്പ് ഡേറ്റ ആയിരിക്കും. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എന്തൊക്കെ കൊടുക്കാം? ടെക്സ്റ്റ് കൊടുക്കാം, അല്ലേ? നമ്പർ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം. ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുക? ഇത് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് കൊടുക്കും. ടെക്സ്റ്റും ഡേറ്റയൊക്കെ കീബോർഡ് ഉപയോഗിച്ച്. ഇമേജ് കൊടുക്കണമെങ്കിലോ, ഇമേജ് കൊടുക്കണമെങ്കിൽ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ക്യാമറ യൂസ് ചെയ്യും, അല്ലേ? ക്യാമറ കറക്റ്റ് അല്ലേ? ഓഡിയോ ആണെങ്കിൽ നമ്മൾ മൈക്ക് ഉപയോഗിച്ച് നൽകും, മൈക്ക് അല്ലേ? വീഡിയോ ആണെങ്കിൽ ക്യാമറ യൂസ് ചെയ്ത് നൽകും, ക്യാമറ. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡേറ്റ ഇതിൽ ഏതും ആവാം കേട്ടോ. ഇപ്പോൾ ടെക്സ്റ്റ് ആവാം, നമ്പർ ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം, ഇതൊക്കെ ആവാം. ഇതൊക്കെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യും. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കും. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടറിന് കുറേ ടൈപ്പ് ഇൻപുട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. എന്തൊക്കെ ഡേറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്പ്യൂട്ടറിന് നമ്പർ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, ഇമേജ് കൊടുക്കാം, വീഡിയോ, ഓഡിയോ, ഇതെല്ലാം നമുക്ക് ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കാം, അല്ലേ? ഇനി ഇൻപുട്ട് യൂണിറ്റ് എന്താ ചെയ്യുക? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കീബോർഡിൽ നിന്ന് ടൺ എന്ന് കൊടുത്തു. ഇൻപുട്ട് യൂണിറ്റ് എന്താ ചെയ്യുന്ന ഫസ്റ്റ് ഡ്യൂട്ടി എഴുതിക്കോ. ഈ ഇങ്ങനെ എഴുതണേ, ശ്രദ്ധിക്കുക. ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ് എന്ന് സബ്ഹെഡിങ് എഴുതാം. ഫങ്ഷൻസ് സബ്ഹെഡിങ്, ഇൻപുട്ട് യൂണിറ്റിനകത്ത് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ്സ്. ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ഇൻപുട്ട്സ് ആൻഡ് ഡേറ്റ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. പുറത്തു നിന്നുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മൈക്കിലൂടെയാണ്, കമ്പ്യൂട്ടറിന് മൈക്കിലൂടെ നമ്മൾ സൗണ്ട് നൽകുക, കമ്പ്യൂട്ടറിലേക്ക് സൗണ്ട് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും ഏത് യൂണിറ്റ് വഴിയാണ്? മൈക്രോഫോൺ വഴിയാണ് കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുക, ശരിയല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ ആദ്യം ചെയ്യുക എന്താണ്? ഈ മൈക്രോഫോൺ ആദ്യം ചെയ്യുക. ഇൻപുട്ട് യൂണിറ്റ് ഏതാണ്? മൈക്രോഫോൺ എന്താ ചെയ്യുക? മൈക്രോഫോൺ നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് അത് സ്വീകരിക്കും, അല്ലേ? ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ്സ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ അത് ഓരോന്നിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മൈക്രോഫോണിലൂടെ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന അതാണ് അതിൻ്റെ ഡേറ്റ ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അത് സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ടു എ ഫോം ആക്സെപ്റ്റബിൾ ടു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. കമ്പ്യൂട്ടറിന് സ്വീകരിക്കാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സൗണ്ട് അതുപോലെയല്ല കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുക. മറ്റൊരു രീതിയിലാണ് അതിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുക. നമ്പറുകളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. കമ്പ്യൂട്ടറിൽ എന്ത് ഇൻഫോർമേഷൻ നമ്പറുകളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കും. തൽക്കാലം മനസ്സിലാക്കുക, നമ്മൾ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് കൊടുത്താലും ഇമേജ് കൊടുത്താലും വീഡിയോ കൊടുത്താലും ഓഡിയോ കൊടുത്താലും ഒക്കെ കമ്പ്യൂട്ടർ അതിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷയിലാണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് മൈക്രോഫോൺ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന സൗണ്ടിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഇവിടെ സൗണ്ട് ടു എ ഫോം ആക്സെപ്റ്റബിൾ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന, കമ്പ്യൂട്ടർ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതാണ് മൈക്രോഫോൺ ചെയ്യേണ്ടത്. പിന്നെ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമോ സപ്ലൈസ് ദീസ് കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻ ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ്. പിന്നെ മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ആ കൺവേർട്ട് ചെയ്ത ഡേറ്റയെ കമ്പ്യൂട്ടറിന് സപ്ലൈ ചെയ്യുക. മൂന്നാമത് ചെയ്യേണ്ടത് സപ്ലൈ ചെയ്യുക, ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പോൾ പിന്നെ ഈ ഇൻപുട്ട് യൂണിറ്റ് ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള. ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടറിൻ്റെ മനസ്സിലാവുന്ന ഭാഷയിലേക്ക്, ഫോർമാറ്റിലേക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റിലേറെ നല്ല വേർഡ് കൺവേർട്ട് ചെയ്യുക. ആ ഡേറ്റയെ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ഡേറ്റ. രണ്ടാമത്തെ ടാസ്ക് കൺവേർട്ട് ഡേറ്റ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യുക? സപ്ലൈ ഡേറ്റ.
സോ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുക, ആ ആക്സെപ്റ്റ് ചെയ്ത ഡേറ്റയെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് കമ്പ്യൂട്ടറിന് സപ്ലൈ ചെയ്യുക, കമ്പ്യൂട്ടറിന് നൽകുക. ഈ 3 കാര്യങ്ങളാണ് പിന്നെ ഒരു ഇൻപുട്ട് യൂണിറ്റിന് ചെയ്യാനുള്ളത്. അപ്പോൾ അത് മൈക്രോഫോൺ ആണെങ്കിലും ഇതേ 3 കാര്യങ്ങൾ ചെയ്യും. കീബോർഡ് വഴിയാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ കീബോർഡും ഈ 3 കാര്യം ചെയ്യണം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് കീബോർഡ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലേ? കീബോർഡ് എന്ത് ചെയ്യും? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് കീബോർഡ് ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്ത ടെക്സ്റ്റിനെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് കമ്പ്യൂട്ടറിന് സപ്ലൈ ചെയ്യും. ഏത് ഇൻപുട്ട് യൂണിറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ്. ഇപ്പോൾ ക്യാമറയാണെങ്കിൽ ക്യാമറ എന്ത് ചെയ്യും? വിഷ്വൽസ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലേ? ആക്സെപ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഡിജിറ്റൽ ക്യാമറയാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത ശേഷം കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യും. ഈ 3 കാര്യമാണ് ഇൻപുട്ട് യൂണിറ്റിന് ചെയ്യാനുള്ളത്. ഓക്കെ, നൗ അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ്സ്. ഏതൊക്കെയായിരുന്നു? ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓർ ഡേറ്റ, then convert that data and instruction and supply it to the computer. 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അതിനകത്ത് ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻപുട്ട് യൂണിറ്റ്. അത് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. ഈ കാണുന്ന നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇദ്ദേഹമാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള. CPU-ലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. CPU-ന് പ്രധാനമായിട്ടും ഒരു 3 പാർട്ടുണ്ട്. വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്, ദ അതർ വൺ ഈസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ 3 പാർട്ടുണ്ട് ഏതിന്? നമ്മുടെ CPU-ന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാണ്, ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് വിൽ ഡിസ്കസ് എന്താണ് ഫങ്ഷൻ ഓഫ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, സോ എഴുതിക്കോ. സെക്കൻഡ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് CPU, ദാറ്റ് ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ട പോയിന്റ്, CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ്, തലച്ചോറാണ് CPU. അപ്പോൾ എക്സാമിന് ചോദിക്കും ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. സോ യു ഹാവ് ടു റൈറ്റ് CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓപ്പറേഷനെയും കൺട്രോൾ ചെയ്യണതും എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും ആരാണ്? എല്ലാ ഡിസിഷൻസും എടുക്കുന്നതും എല്ലാ കാൽക്കുലേഷൻസ് നടത്തുന്നതും നമ്മുടെ ബ്രെയിനകത്താണ്. ആ ബ്രെയിനാണ് നമ്മളെ ബോഡിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതേ ഫങ്ഷൻ തന്നെയാണ് CPU-നുള്ളത്. CPU-നുള്ളത് എല്ലാ കാൽക്കുലേഷൻസ് ചെയ്യുന്നതും എന്തൊക്കെയാണ്? കാൽക്കുലേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ്. അതുപോലെ മറ്റൊന്ന് കൺട്രോൾ. ഈ 2 കാര്യമാണ് CPU ചെയ്യുന്നത്. ഓക്കെ, അതിനകത്തുള്ള പിന്നെ ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? ALU ആണ്. ALU അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. സോ നമുക്കറിയാം, ഇങ്ങനെ എഴുതാം. എന്താണ്? CPU അല്ലേ? CPU നമുക്കറിയാം, CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയാം, അല്ലേ? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഹാസ് മെയിൻലി 3 units അല്ലെങ്കിൽ സബ് യൂണിറ്റ്സ്. വൺ ഈസ് വി ക്യാൻ സേ ദാറ്റ് ഈസ് ALU അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. എന്നിട്ട് അതിന് നേരെ എഴുതുക ALU പെർഫോംസ് കാൽക്കുലേഷൻസ്. ഏതൊക്കെ കാൽക്കുലേഷനാ? ലൈക്ക് arithmetic operation, arithmetic operations, arithmetic operations, comma, logical operations, comma, comparisons, comma, sorting, comma, filtering, etc. ALU ചെയ്യുന്നത് കാൽക്കുലേഷൻസ് ആണ്. എന്തൊക്കെ കാൽക്കുലേഷൻസ് ആണ്?
ലൈക്ക് അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് എഴുതാം കേട്ടോ. അതിലേറെ കുറച്ചുകൂടി നല്ല വേർഡ് ഓപ്പറേഷൻസ്. എന്തൊക്കെ ഓപ്പറേഷൻസാണ് ചെയ്യുക? അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യും, ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യും, കമ്പാരിസൺ ചെയ്യും, താരതമ്യം ചെയ്യും, അതുപോലെ സോർട്ട് ചെയ്യും, ഓർഡറിലാക്കും, അസെൻഡിങ് ഓർഡറിലോ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലാക്കും, ഫിൽട്ടർ ചെയ്യും, ആവശ്യമുള്ളതിൽ നിന്നും ഇല്ലാത്തതിനെ ഒഴിവാക്കും. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസാണ് ALU ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ALU എന്ന് പറയുന്നത്. ഓക്കെ, ALU എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ CPU ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഡിസ്കസ് CPU അല്ലേ. CPU ചെയ്യുന്ന ഒരു ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് ഒരു ALU ആണ്, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻസ് ആണ് അല്ലേ, ഓപ്പറേഷൻസ്. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്, CU എന്ന് വിളിക്കും. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുക? മൊത്തം കൺട്രോൾ ചെയ്യും. കമ്പ്യൂട്ടറിലുള്ള 3 കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത് അല്ലേ. അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇറ്റ് ഒബ്സ്റ്റെയിൻസ് ഇൻസ്ട്രക്ഷൻ. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം ഇതാണ്. കൺട്രോൾ യൂണിറ്റ്സ് ഈ പോയിൻ്റ് എഴുതിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, CU എന്ന് എഴുതിയിട്ട് എഴുതണേ, സിസ്റ്റം ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ. CU കൺട്രോൾ യൂണിറ്റ് എഴുതിയിട്ട് നിങ്ങൾ ആദ്യം എഴുതേണ്ട പോയിൻ്റ് ഇതാണ്. എന്താണ്? ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം that manages and coordinates all the operations of a computer. അതാണ് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം അറിയില്ലേ, നമ്മളെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലേ, തലച്ചോറിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുന്ന നാഡി ഞരമ്പുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റുകളെയും, ഇപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ആണെങ്കിലും ഔട്ട്പുട്ട് യൂണിറ്റ് ആണെങ്കിലും സ്റ്റോറേജ് യൂണിറ്റ് ആണെങ്കിലും എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. പിന്നെ നമുക്ക് എഴുതേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പിന്നെ എഴുതേണ്ട ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. ഇറ്റ് ഒബ്സ്റ്റെയിൻസ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ മെമ്മറി, ഇൻ്റർപ്രറ്റ് ദ ഓപ്പറേഷൻസ് ആൻഡ് ഇഷ്യൂസ് സിഗ്നൽ ടു ദ unit concerned in the system to execute operation. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇതിന് എഴുതി, ഞാൻ മറ്റു രീതിയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഈ ലൈന് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുക. ഏത്? See this. It is the central nervous system that manages and coordinates all other units of the computer. എഴുതുക. എന്നിട്ട് എഴുതുക, അതിന് ശേഷം എഴുതുക കൺട്രോൾ യൂണിറ്റിൻ്റെ functions of CU that is control unit in the functions. So എഴുതിക്കോ, it accepts instructions accept ചെയ്യുന്നു, accepts instructions, interprets instructions, and sends control signals to the corresponding units. It accepts instruction, interprets instruction and sends control signal to the corresponding. എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു കാട്ടിലൂടെ നടന്നു പോകുന്നു, പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു പുലി ചാടുന്നു. എന്തായിരിക്കും അപ്പോൾ സംഭവിക്കുക?
നമ്മുടെ ബ്രെയിന് ഉടനെ എന്ത് ചെയ്യും? പുലിയെ കാണുന്നു. അപ്പോൾ പുലിയെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആദ്യം എന്ത് ചെയ്യുന്നു? ആ കാഴ്ച സ്വീകരിക്കുന്നു. നമ്മളെ കണ്ണിൽ നിന്ന് വരുന്ന കാഴ്ചയാണല്ലോ പുലി. ആ ആ കാഴ്ചയെ നമ്മുടെ ബ്രെയിൻ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻ്റർപ്രിറ്റ് ദ ഇൻസ്ട്രക്ഷൻ. എന്താണോ കണ്ടത്, എന്താ കണ്ടത്, പുലിയാണോ പൂച്ചയാണോ എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കുന്നു. ആ കണ്ട സംഭവം, ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? പൂച്ചയാണോ പുലിയാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? സെൻസ് കൺട്രോൾ സിഗ്നൽസ് ടു ദ കറസ്പോണ്ടിങ് യൂണിറ്റ്സ്. കൺട്രോൾ സിഗ്നൽ പാസ് ചെയ്യും, തലച്ചോറിന് സിഗ്നൽ കൊടുക്കുന്നു. ആർക്കാ കൊടുക്കുക? ദ കറസ്പോണ്ടിങ് യൂണിറ്റ്സ്. കറസ്പോണ്ടിങ് യൂണിറ്റ്സിന് ഏതാ? നമ്മുടെ സംബന്ധിച്ചിടത്തോളം പുലിയെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ഓടും. ഓടുകയാണെങ്കിൽ ഏത് യൂണിറ്റാണ് ഓടുക? കൈയും കാലും അല്ലേ ഉപയോഗിച്ച് നമ്മൾ ഓടുക, അല്ലേ? കൈ വീശി കാലെടുത്ത് വെച്ച് നമ്മൾ ഓടും. സോ തലച്ചോറിൽ നിന്നും കൺട്രോൾ യൂണിറ്റിൽ നിന്നും, തലച്ചോറിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ നിന്നും കയ്യിലേക്കും കാലിലേക്കും സിഗ്നൽ പോകും, നമ്മൾ ഓടും, അല്ലേ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കമ്പ്യൂട്ടറിലും. പുലിയെ കാണുമ്പോൾ കമ്പ്യൂട്ടർ എടുത്ത് ഓടുന്നല്ല പറയുന്നത്. ഈ അതിനൊരു പാരലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ അത് ആദ്യം കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ശരിയല്ലേ? ആക്സെപ്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് CPU കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുക? ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി അതിനെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും. എന്താണ് ആ ഇൻസ്ട്രക്ഷൻ എന്ന് മനസ്സിലാക്കും, അല്ലേ? അതിന് ശേഷം എന്ത് ചെയ്യും? സെൻസ് കൺട്രോൾ സിഗ്നൽ ടു ദ കറസ്പോണ്ടിങ് യൂണിറ്റ്സ്. എന്നിട്ട് കൺട്രോൾ യൂണിറ്റ് ആ കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള സിഗ്നൽ പാസ് ചെയ്യും. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രിൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ഉദ്ദേശം പ്രിൻ്റാണ്. അപ്പോൾ നമ്മൾ ഏത് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ഏതാ യൂസ് ചെയ്യുക? മൗസ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് എവിടെ ക്ലിക്ക് ചെയ്യുക? പ്രിൻ്റ് എന്നുള്ള മെനുവിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ആ ഇൻസ്ട്രക്ഷൻ ആർക്കാണ് കിട്ടുന്നത്? കമ്പ്യൂട്ടറിന്. കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? ആ ഇൻസ്ട്രക്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലേ? ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ ആക്സെപ്റ്റ് ചെയ്താൽ കമ്പ്യൂട്ടർ പിന്നെ ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും, മനസ്സിലാക്കും. എന്താ മനസ്സിലാക്കുക? ഓക്കെ, പ്രിൻ്ററിലേക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കും, അല്ലേ? ഉടനെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? സെൻസ് കൺട്രോൾ സിഗ്നൽ ടു ദ കറസ്പോണ്ടിങ് യൂണിറ്റ് പറഞ്ഞാൽ പ്രിൻ്ററിലേക്ക് കമ്പ്യൂട്ടർ സിഗ്നൽസ് അയക്കും. പ്രിൻ്റർ റെഡി ആവാനും ഇനി കൊടുക്കുന്ന ഡേറ്റ പ്രിൻ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൗസ് ഉപയോഗിച്ച് പ്രിൻ്റ് എന്ന് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പ്രിൻ്റ് അതൊരു ഇൻസ്ട്രക്ഷനാണ്, അല്ലേ? കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കും. ഓക്കെ, പ്രിൻ്ററിന് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ അത് മനസ്സിലാക്കും. ഉടനെ തന്നെ എന്ത് ചെയ്യും? പ്രിൻ്ററിലേക്ക് സിഗ്നൽസ് അയക്കും. പ്രിൻ്ററിലേക്ക് എന്ത് ചെയ്യും? സിഗ്നൽസ് അയക്കും, പ്രിൻ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് അയക്കും. സോ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിന് എന്ത് ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും കമ്പ്യൂട്ടർ ആദ്യം ചെയ്യുക ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കും. അതിനുശേഷം ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും, അല്ലേ? അതൊക്കെ കൺട്രോൾ യൂണിറ്റാണ് ചെയ്യുക കേട്ടോ. ഇൻ്റർപ്രിറ്റ് ചെയ്യും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഇന്ന കാര്യമാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏത് യൂണിറ്റിലേക്കാണ്? പ്രിൻ്ററിലേക്കാണെങ്കിൽ പ്രിൻ്ററിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും, അല്ലേ? അതല്ല പിന്നെ സ്കാനറിലേക്കാണെങ്കിൽ സ്കാനറിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ ഓരോന്നിലേക്കും, ഇപ്പോൾ ക്യാമറയിൽ നിന്നാണെങ്കിൽ ക്യാമറയായിട്ടുള്ള ഇൻട്രാക്ഷനിലേക്ക് സിഗ്നൽ പാസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ചെയ്യുക. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്യുക. ഏത് യൂണിറ്റിലേക്കാണോ വേണ്ടത് ആ യൂണിറ്റിലേക്ക് കൺട്രോൾ സിഗ്നൽ സെൻഡ് ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് കൺട്രോൾ യൂണിറ്റ്. നൗ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫങ്ഷൻ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറാണ് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തു, അല്ലേ? നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു, അരിത്മെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ഡിസ്കസ് ചെയ്തു, കൺട്രോൾ യൂണിറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ ഇതിനകത്തുണ്ട്. അതേതാണ്? രജിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ. രജിസ്റ്റേഴ്സ്. ഓക്കെ, രജിസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റ് നമ്മൾ കവർ ചെയ്തു, അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ് കേട്ടോ. കമ്പ്യൂട്ടറിനകത്തുള്ള മെമ്മറിക്കാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ ഉണ്ടല്ലോ, ഒരു CPU ഉണ്ടല്ലോ, അല്ലേ? CPU പറഞ്ഞാൽ ചിപ്പാണ്. ആ ചിപ്പിനകത്താണ് നമുക്ക് എന്തുള്ളത്? ALU ഉള്ളത്, അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഉള്ളത്, അല്ലേ? പിന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്,
CU കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ഈ ചിപ്പിനകത്ത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രജിസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള CPU-ക്കകത്ത്, കമ്പ്യൂട്ടറിനകത്ത് എന്ന് പറഞ്ഞുകൂടാ, CPU-ക്കകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ചെറിയ മെമ്മറിയാണ് രജിസ്റ്റർ. വളരെ ഫാസ്റ്റായിട്ടുള്ള സ്മോൾ മെമ്മറിയാണ്, വളരെ ചെറിയ കപ്പാസിറ്റി കുറഞ്ഞ മെമ്മറിയാണ് രജിസ്റ്റർ. ഫാസ്റ്റ് ആൻഡ് സ്മോൾ മെമ്മറി ഇൻസൈഡ് CPU. ഇതാണ് എന്ത് പറയുന്നത്, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് സ്മോൾ മെമ്മറി ഇൻസൈഡ് CPU. ഫാസ്റ്റ് ആൻഡ് സ്മോൾ, ലോ കപ്പാസിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് സ്മോൾ ഉദ്ദേശിച്ചത്. ഫാസ്റ്റ് ആൻഡ് സ്മോൾ മെമ്മറി ഇൻസൈഡ് CPU. അതാണ് ഇൻസൈഡ് CPU. ദാറ്റ് ഈസ് വാട്ട് രജിസ്റ്റേഴ്സ്. ഒരു കാര്യം മനസ്സിലാക്കുക, ആ ചിപ്പിനകത്തുള്ള മെമ്മറിയാണ്, കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിനകത്തുള്ള മെമ്മറിയാണ് രജിസ്റ്റർ. ഇതിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് സ്റ്റോർ ചെയ്യുക ഐറ്റംസ് ലൈക്ക് ഡേറ്റ, ഇൻസ്ട്രക്ഷൻ, മെമ്മറി അഡ്രസ്സസ് ആർ സ്റ്റോർഡ് ഇൻസൈഡ് CPU. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എന്തൊക്കെയാണ് രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യുക. രജിസ്റ്റേഴ്സ് ക്യാൻ സ്റ്റോർ ഡേറ്റ, instruction, memory address, results of operation, results of operations etc. ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ രജിസ്റ്റർ എന്താണ്? രജിസ്റ്റർ യു ക്യാൻ റൈറ്റ് മെമ്മറി ഇൻസൈഡ് CPU. ആദ്യം എഴുതുക രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറി. രജിസ്റ്റേഴ്സ് ആർ മെമ്മറി ഇൻസൈഡ് CPU എന്ന് എഴുതുക. CPU-ക്കകത്തുള്ള മെമ്മറിയാണ്, ചെറുതാണ്, ഫാസ്റ്റാണ്. പിന്നെ പറയുക രജിസ്റ്റർ ക്യാൻ സ്റ്റോർ എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ക്യാൻ സ്റ്റോർ ഡേറ്റ, instructions, memory addresses, results of operations etc. So ഇത് എഴുതി വെക്കാം കേട്ടോ. രജിസ്റ്റേഴ്സ് ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, മെമ്മറി അഡ്രസ്സസ്, റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ എക്സെട്ര. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ട് അല്ലേ, HDD എന്ന് വിളിക്കും ഹാർഡ് ഡിസ്കിനെ. പിന്നെ റാം ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതിലൊന്നും പെടാത്ത ഒരു മെമ്മറിയാണ് രജിസ്റ്റർ. ഓക്കെ, പക്ഷേ ഇത് വളരെ ഫാസ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇത് CPU-ന് അകത്താണ്, മെമ്മറി ഇൻസൈഡ് CPU ആണ്. CPU-ക്ക് അകത്താണ് എന്തുള്ളത്, രജിസ്റ്റേഴ്സ് ഉള്ളത്. CPU-ന് അകത്താണ് എന്തുള്ളത്, രജിസ്റ്റേഴ്സ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാർഡ് ഡിസ്കും റാമൊക്കെ CPU-ന് പുറത്താണുള്ളത്. അത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നൗ ഇനി അപ്പോൾ നമ്മളെന്തായി, പിന്നെ ഇത് മൂന്നും ഡിസ്കസ് ചെയ്തു അല്ലേ. ഏതൊക്കെ, CPU-ക്കകത്തുള്ള എല്ലാ എലമെൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. CPU-നകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, CPU-ക്കകത്ത് കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നു അല്ലേ. CPU-ക്കകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അല്ലേ, അരിത്മെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, ദെൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 യൂണിറ്റ്സ് ഓൾറെഡി കവർ ചെയ്തു അല്ലേ. ഏതാണ്, ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് കവർ ചെയ്തു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിൻ്റെ പാർട്ടായിട്ടുള്ള കൺട്രോൾ യൂണിറ്റ്, ALU അരിത്മെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റാണ്. അതായത് കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ്സ് ചെയ്ത ശേഷം കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് ചെയ്തിട്ട് CPU എന്ത് ചെയ്യുന്നു, ആ ഡേറ്റനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ തരും, ഒരു ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് എങ്ങനെയാണ് തരിക, പല രീതിയിൽ കമ്പ്യൂട്ടറിന് ഔട്ട്പുട്ട് നൽകാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് നൽകുന്ന യൂണിറ്റാണ് എന്ത്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മോണിറ്റർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണ് അല്ലേ. സ്പീക്കർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണ്, സ്പീക്കർ അല്ലേ. പ്രിൻ്റർ ഔട്ട്പുട്ട് യൂണിറ്റാണ്. കുറേ ടൈപ്പ് ഔട്ട്പുട്ട് യൂണിറ്റുകളുണ്ട്. മോണിറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും, ഡേറ്റ ഡിസ്പ്ലേ ചെയ്യും അല്ലേ, ഡേറ്റ ഡിസ്പ്ലേ ചെയ്യും. സ്പീക്കർ ആണെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, സൗണ്ട് അല്ലേ. പ്രിൻ്റർ ആണെങ്കിൽ നമുക്ക് പ്രിൻ്റഡ് ഡോക്യുമെൻറ്റ്സ് തരും.
അല്ലേ? അപ്പോൾ ഈ ഔട്ട്പുട്ട് യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് നോക്കാം. ഓക്കെ, സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? സ്റ്റോറേജ് യൂണിറ്റിലേക്ക് എത്തിയില്ല. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കൺട്രോൾ യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോറേജ് യൂണിറ്റാണ്. സ്റ്റോറേജ് യൂണിറ്റ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം, സ്റ്റോറേജ് യൂണിറ്റിലേക്ക് വരാം. അതിനുശേഷം ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകാം. എന്താണ് സ്റ്റോറേജ് യൂണിറ്റ്? സ്റ്റോറേജ് കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യും. എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യും അല്ലേ? ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യും, റാമിനകത്ത് സ്റ്റോർ ചെയ്യും, പിന്നെ റോം, അതുപോലെ രജിസ്റ്റർ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്റ്റോറേജ് യൂണിറ്റ്സ് ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് നോക്കാം. ഓക്കെ, സ്റ്റോറേജ് യൂണിറ്റ് ആണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള തേർഡ് പാർട്ട് സ്റ്റോറേജ് യൂണിറ്റ്. ഓക്കെ, നോക്കാം. ഇത് എഴുതിക്കുക, ഇങ്ങനെ എഴുതാം. ദ സ്പെസിഫിക് ഫങ്ഷൻസ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ആർ ടു ഹോൾഡ് ഓർ സ്റ്റോർ, അങ്ങനെ എഴുതണ്ട, ആർ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് വേണ്ട, ഹോൾഡർ. ടു സ്റ്റോർ ഫസ്റ്റ് വൺ, ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ്. Second point, intermediate results of ongoing processing. Third one, ഇത് ഞാൻ മറ്റൊരു രീതി പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ് ബിഫോർ റിലീസിങ് ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ് ശരിക്കും ചെയ്യേണ്ട കാര്യം. ഇതിനെ വളരെ ഷോർട്ടായിട്ട് പറയാം. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് എഴുതിക്കുക. സബ് ഹെഡിങ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ്. Functions of storage unit. Functions of storage unit. Storage unit. First point, store data and instructions. Store data and instructions. ഡേറ്റ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ടെമ്പററി റിസൾട്ട്സ്, താൽക്കാലികമായിട്ടുള്ള റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, സ്റ്റോർ ഔട്ട്പുട്ട് ഓർ ഇൻഫർമേഷൻ. ഔട്ട്പുട്ട് ഓർ ഇൻഫർമേഷൻ. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള അല്ലേ, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? 10 കൊടുക്കും, 20 കൊടുക്കും, 2 ഡേറ്റ. ഇതാണ് ഡേറ്റ കൊടുക്കും. അതുപോലെ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുക? ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ ഈ 2 ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 10, 20, 30 ആഡ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ 3 സംഖ്യകൾ കൊടുത്തു, 10, 20, 30. അപ്പോൾ പ്ലസ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഡേറ്റ എന്താണ്? 10, 20, 30. ഇതാണ് ഡേറ്റ. ഇൻസ്ട്രക്ഷൻ എന്താണ്? ആഡ് എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. ശരിയല്ലേ? ഇനി സ്റ്റോർ ടെമ്പററി റിസൾട്ട്സ്. അപ്പോൾ ആദ്യം നമ്മൾ 10, 20, 30 ഒരുമിച്ച് ആഡ് ചെയ്യാല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 10ഉം 20ഉം ആഡ് ചെയ്യും. അപ്പോൾ ഒരു റിസൾട്ട് കിട്ടും. എന്താണ്? 30. ഇത് ടെമ്പററി റിസൾട്ട്, താൽക്കാലിക റിസൾട്ട്. ഈ റിസൾട്ടിനോട് കൂടി അടുത്ത 30ഉം കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോഴാണ് ഫൈനൽ റിസൾട്ട് കിട്ടുക. 60 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ താൽക്കാലിക റിസൾട്ടായി 30 ഇടയ്ക്ക് സ്റ്റോർ ചെയ്യും, അതും ഇടയ്ക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ. അതാണ് ടെമ്പററി റിസൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടെമ്പററി റിസൾട്ട്. എന്നിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടും? അവസാനം നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ. അവസാനം നമുക്ക് എന്ത് കിട്ടും? അവസാനം നമുക്ക്
60 എന്ന് കിട്ടും. 60 ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. ഈ ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യണം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. വളരെ സിമ്പിളാണ്, സംഭവമൊന്നുമില്ല. 3 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഒന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റയാണ് 10, 20, 30. ഇത് ഡേറ്റ. ഇൻസ്ട്രക്ഷൻ പ്ലസ്. അപ്പോൾ ഇത് 3ഉം സ്റ്റോർ ചെയ്യേണ്ട ഡ്യൂട്ടി. ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആദ്യം കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് സ്റ്റോർ ടെമ്പററി റിസൾട്ട് എന്നാണ്. സ്റ്റോർ ടെമ്പററി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആദ്യം നമ്മൾ 10ഉം 20ഉം ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 30. ഇതാണ് ടെമ്പററി, താൽക്കാലിക റിസൾട്ട്. ഈ റിസൾട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് രണ്ടാമത്തെ. മൂന്നാമത് പറയുന്നത് എന്താ? സ്റ്റോർ ദ ഔട്ട്പുട്ട് ഓർ ഇൻഫർമേഷൻ. ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുക. ഫൈനൽ റിസൾട്ട് എന്താ? 10, 20 കൂട്ടിയാൽ നമുക്ക് 30 കിട്ടി. ആ 30ൻ്റെ കൂടെ 30ഉം കൂടെ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. ഈ 60ഉം കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സോ ഇതാണ് ബേസിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഡേറ്റ സ്റ്റോർ ചെയ്യണം, ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യണം, താൽക്കാലിക റിസൾട്ട് സ്റ്റോർ ചെയ്യണം, ഫൈനൽ റിസൾട്ടും സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഡൺ. സോ അതാണ് എന്ത്? സ്റ്റോറേജ് യൂണിറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടീസ്. ഓക്കെ, ഇനി ഈ സ്റ്റോറേജ് യൂണിറ്റിനെ നമുക്ക് പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലിപ്പോൾ 2 ടൈപ്പായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയും, മറ്റൊരു ടൈപ്പിന് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയും. പ്രൈമറി സ്റ്റോറേജിൽ വരുന്നതാണ് റാമും റോമും. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കുക. പിന്നെ സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്നതാണ് ഹാർഡ് ഡിസ്ക്, CD ഡ്രൈവ്, DVD, മെമ്മറി സ്റ്റിക്ക്, ഫ്ലാഷ് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി കാർഡ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി മെമ്മറി. അപ്പോൾ തൽക്കാലം ഇങ്ങനെ എഴുതി വെച്ചോ. ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് എഴുതിയിട്ട് എഴുതാം. താൽക്കാലികമായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. വിശദമായിട്ട് നമ്മൾ പിന്നെ പഠിക്കും. 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഉണ്ട്. Ctrl+Z ഇങ്ങനെ എഴുതാം. പ്രൈമറി സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഉള്ളത് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിലാണ് നമ്മുടെ റോം ഒക്കെ വരുന്നത്. റീഡ് ഓൺലി മെമ്മറി. ഇതെന്താണെന്ന് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ വരുന്നതാണ് ഹാർഡ് ഡിസ്ക്, HDD, അതുപോലെ CD, മെമ്മറി കാർഡ് എറ്റ്സെട്ര. തൽക്കാലം ഇത്ര എഴുതിയാൽ മതി. റോം സെക്കൻഡറി സ്റ്റോറേജായ ഹാർഡ് ഡിസ്ക്, CD, മെമ്മറി കാർഡ്, ഇതൊക്കെയാണ് സ്റ്റോറേജ് യൂണിറ്റ്. 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും 2 അല്ല, നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കും. സോ വി ഹാവ് പ്രൈമറി സ്റ്റോറേജ് ആൻഡ് വി ഹാവ് സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ, അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുക. അതുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓക്കെ, നൗ തൽക്കാലം ആ പേര് ഓർമ്മിച്ചാൽ മതി. ബാക്കി നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ലാസ്റ്റ് പാർട്ട്? എന്തായിരുന്നു ലാസ്റ്റ് പാർട്ട്? ഈസ് നമ്മുടെ യൂണിറ്റുകളുടെ അല്ലേ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു? ഇൻപുട്ട് യൂണിറ്റ് അല്ലേ. വി ഹാവ് ഇൻപുട്ട് യൂണിറ്റ്, വി ഹാവ് CPU, central processing unit, we have storage unit. Now finally we have output unit. ഔട്ട്പുട്ട് യൂണിറ്റ് വരുന്നതാണ് ഞാൻ പറഞ്ഞില്ല, സ്പീക്കർ, അതുപോലെ നമ്മുടെ മോണിറ്റർ അല്ലേ, മോണിറ്റർ, സ്പീക്കറൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റിൽ വരുന്നതാണ്. എഴുതിക്കോ എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഔട്ട്പുട്ട് യൂണിറ്റ് എഴുതിക്കോ. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് സപ്ലൈഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻ ഹ്യൂമൻ റീഡബിൾ ഫോം. ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതായത് നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മളിപ്പോൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നു, ഡേറ്റ കൊടുക്കുന്നു അല്ലേ, നമ്മുടെ സി പി യുക്കകത്ത് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു, ഡേറ്റ കൊടുക്കുന്നു, ഇൻപുട്ട്, അതിനെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു,
ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ പുറത്തേക്ക് കൊടുക്കുക, ഔട്ട്സൈഡ് വേൾഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മോണിറ്ററിലേക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യും, മോണിറ്ററിലേക്ക് ഡേറ്റ കൊടുക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവണം. ഒന്നില്ലെങ്കിൽ അക്ഷരങ്ങളാവണം അല്ലേ, അല്ലെങ്കിൽ അക്കങ്ങളാവണം, അല്ലെങ്കിൽ പിന്നെ ചിത്രങ്ങളാവണം. അതാണ് ഹ്യൂമൻ റീഡബിൾ എന്ന് പറയുന്നത്. ചിത്രങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന വീഡിയോസ്, ഇതൊക്കെയാണ് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ്. ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. മോണിറ്റർ അങ്ങനെ കൺവേർട്ട് ചെയ്യണം. പ്രിൻ്റർ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യണം അല്ലേ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന അക്ഷരങ്ങൾ കൊണ്ടോ അക്കങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇമേജസ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ഔട്ട്പുട്ട് ഡിവൈസും ചെയ്യുന്നത് തന്നെയാണ്. ഈ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡേറ്റ പ്രോസസ്സിങ്, ഡേറ്റ പ്രോസസ്സ് ചെയ്ത ശേഷം കിട്ടുന്ന ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡേറ്റ പ്രോസസ്സിങ് ഈ സപ്ലൈഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്, പുറം ലോകത്തേക്ക് നൽകുന്നു ത്രൂ ദ ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ ഇൻ ഹ്യൂമൻ റീഡബിൾ ഫോം, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ. ഇപ്പോൾ സ്പീക്കറിൽ വരുന്നത് നമുക്ക് മനസ്സിലാവണം, മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യണത് നമുക്ക് മനസ്സിലാവണം, മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണം അല്ലേ, അതുപോലെ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഔട്ട്പുട്ട് യൂണിറ്റ് തരാൻ അല്ലേ. നമ്മൾ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് യൂണിറ്റുകൾ വൺ ഈസ് മോണിറ്റർ എഴുതിക്കുക. മോണിറ്റർ ആൻഡ് പ്രിൻറ്റേഴ്സ് ആർ എക്സാമ്പിൾസ് ഫോർ ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ യൂണിറ്റ് അതിൻ്റെ ഫങ്ഷൻ ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റിന് എന്താ ഫങ്ഷൻ? ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൊടുക്കാം അല്ലേ. അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിനും ഫങ്ഷൻസ് ഉണ്ട്. എഴുതിക്കോ. ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ക്യാൻ ബി കൺക്ലൂഡഡ് ആസ് ഫോളോസ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? റിസീവ് റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ CPU ഇൻ കോഡഡ് ഫോം. CPU നൽകുന്ന ഔട്ട്പുട്ട് റിസൾട്ടിനെ റിസീവ് ചെയ്യുക കേട്ടോ. CPU നൽകുന്ന റിസൾട്ടിനെ റിസീവ് ചെയ്യുക. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. റിസീവ് ദ റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ CPU നൽകുന്ന റിസൾട്ട് റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. ഇപ്പോൾ മോണിറ്റർ ആണെങ്കിൽ മോണിറ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് സ്വീകരിക്കും, പ്രിൻ്റർ ആണെങ്കിൽ പ്രിൻ്റർ സ്വീകരിക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് പോയിൻ്റ് എന്താ? കൺവേർട്ട് ദീസ് കോഡഡ് റിസൾട്ട് ടു ഹ്യൂമൻ റീഡബിൾ ഫോം. അതിനെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ എന്നിട്ടോ സപ്ലൈ ദ റിസൾട്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. എന്നിട്ട് പുറം ലോകത്തേക്ക് അതിനെ സപ്ലൈ ചെയ്യുക. അത് മോണിറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക അല്ലേ, പിന്നെ പ്രിൻ്റർ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്ത് തരിക. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്തിൻ്റെ നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? റിസീവ് റിസൾട്ട് ഫ്രം CPU ഒന്ന് റിസൾട്ട് സ്വീകരിക്കുന്നു. സെക്കൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സപ്ലൈ ടു ഔട്ട്സൈഡ് വേൾഡ്. സപ്ലൈ ടു ഔട്ട്സൈഡ് വേൾഡ്. ഈ ഫങ്ഷൻസാണ് ഔട്ട്പുട്ട് യൂണിറ്റ് നൽകുന്നത്. സപ്ലൈ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന റിസൾട്ടിനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ മോണിറ്റർ ആണെങ്കിൽ റിസൾട്ട് സ്വീകരിക്കും, അതിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യും. പ്രിൻ്ററും ആണെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡേറ്റ സ്വീകരിക്കും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്ത് തരും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, സോ വി ഹാവ് കവേർഡ്
വി ഹാവ് കവേർഡ് ഓൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ. ഈ സെഷനകത്ത് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഡയഗ്രത്തിലേക്ക് ഒന്നും കൂടെ വരാം അല്ലേ. See, we have basically 3 functional units അല്ലേ. ഇൻപുട്ട് യൂണിറ്റ് 3 അല്ല 4, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, 3 ആണുള്ളത്. ഇനി ഓരോന്നും എന്താ ചെയ്യണമെന്ന് നോക്കാം. ഇതെന്ത് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും, കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യും. സി പി യു എന്താ ചെയ്യുക? സി പി യു അരിത്മെറ്റിക് ലോജിക് ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ്, പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ഇതൊക്കെ ചെയ്യും. കൺട്രോൾ യൂണിറ്റ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കും, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും, അതെന്താണെന്ന് മനസ്സിലാക്കും, ഇൻ്റർപ്രിറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? അതിനുശേഷം പിന്നെ സിഗ്നൽസ് പാസ് ചെയ്യും, സിഗ്നൽസ് ജനറേറ്റ് സിഗ്നൽസ് അല്ലേ. സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. രജിസ്റ്റർ അതിനകത്തുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യും. സി പി യുവിനകത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റൻ്റെ റിസൾട്ട്, മെമ്മറീൻ്റെ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ് യൂണിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യും, പല ടൈപ്പ് ഡേറ്റ സ്റ്റോർ ചെയ്യും അല്ലേ. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന് കിട്ടുന്ന റിസൾട്ട് സ്വീകരിച്ചിട്ട് അത് മനുഷ്യന് മനസ്സിലാകുന്ന ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സപ്ലൈ ചെയ്യും, പുറം ലോകത്തേക്ക് സപ്ലൈ ചെയ്യും. ഡൺ. സോ ദീസ് ആർ ദ functions of different functional units of a computer. ഡൺ. ഇറ്റ്സ് വെരി സിമ്പിളാണ്. നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ അല്ലേ. മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം സിമിലറായിട്ട് വരും ഇതൊക്കെ അല്ലേ. ഇൻപുട്ട് യൂണിറ്റുമായിട്ട് മനുഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ എവിടെ വരും? നമ്മുടെ പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ ഇൻപുട്ട് യൂണിറ്റ്, ഐ, ഇയർ, നോസ്, ടച്ച് അല്ലേ, എല്ലാം. കൺട്രോൾ യൂണിറ്റ് സി പി യു എന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. സ്റ്റോറേജും നമ്മുടെ തലച്ചോറ് പോലെ മെമ്മറി ആയിട്ട് വർക്ക് ചെയ്യും. ഔട്ട്പുട്ട് യൂണിറ്റ്, നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ഏതൊക്കെയാണ്? പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുന്നു അല്ലേ, ഔട്ട്പുട്ട് യൂണിറ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്, ഇപ്പോൾ ചില സമയത്ത് കൈ ഉപയോഗിക്കും എഴുതാൻ, സോ ദാറ്റ്സ് ആൻ ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലേ. കൈ തന്നെ ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് എടുക്കാൻ ഉപയോഗിക്കും അല്ലേ. സോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം, ഹ്യൂമനായിട്ട് കമ്പയർ ചെയ്യാം. സോ ദീസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഈ ചാപ്റ്റർ നമ്മളിവിടെ ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത സെഷൻ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ. ബേസിക്കലി കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്. ഓക്കെ, സോ വി ആർ സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു ഫോർ ഹിയറിംഗ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.